ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായ മട്ടാണ്. പ്രത്യേകിച്ച് CPM-ൽ അതിനൊരു ധാരണയായിട്ടുണ്ട്. ഈ ഞായറാഴ്ചക്കകം തന്നെ ഏകദേശപ്പെട്ട സീറ്റുകളിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചിത്രം വ്യക്തമാകും. M.V. ഗോവിന്ദൻ മാസ്റ്റർ മത്സര രംഗത്തില്ല. അതുപോലെ തന്നെ തലമുതിർന്ന ചില ആളുകൾ ഉണ്ടാവുകയില്ല. എങ്കിലും തോമസ് ഐസക്കൊക്കെ ചില ഒരു പക്ഷേ എങ്കിൽ പൊതുജന വിധി തേടാൻ ജനവിധി തേടി ഈ കുറി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്നാൽ എടുത്തു പറയേണ്ട ചില കാര്യം ചിന്താ ജെറോമിന് കൊല്ലത്ത് സീറ്റ് കൊടുത്തില്ല എന്നുള്ള വിഷയമാണ്. ചിന്താ ജെറോം കേരള സമൂഹത്തിലെ യുവാക്കളുടെ ശബ്ദമാണ്. യുവാക്കൾക്ക് വേണ്ടി ഒരുപാട് വാദിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുമാത്രമല്ല CPM-ന്റെ വനിതാ നേതാക്കളുടെ പിൻതലമുറയിൽപ്പെട്ട ഏക വനിതാ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം ഹൈ പൊസിഷനുകൾ അച്ചീവ് ചെയ്യുകയും അവിടെ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത വ്യക്തിത്വത്തിനുടമയാണ് ചിന്താ ജെറോം. ആ ചിന്താ ജെറോമിന് എന്തുകൊണ്ട് കൊല്ലം സീറ്റോ അല്ലെങ്കിൽ കുണ്ടറ സീറ്റോ കൊടുത്തില്ല എന്നത് കൊല്ലം ജില്ലയിലെ CPM-കാർക്കിടയിൽ വലിയ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. വലിയ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താ ജെറോം വിജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു. പ്രത്യേകിച്ച് മുകേഷ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സിനിമാ താരമാണ് കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. അവിടെ ഇപ്പോ ആക്ടിംഗ് സെക്രട്ടറി ജയമോഹനെ ഒക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആര് വോട്ട് ചെയ്യും? അല്ലെങ്കിൽ ജയമോഹൻ സോഷ്യൽ മീഡിയയിൽ അത്ര തരംഗമാണ്. പാർട്ടിക്കിടയിൽ ജയമോഹന് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പാർട്ടിയിലെ അണികൾക്ക് അദ്ദേഹത്തെ അറിയാമെങ്കിലും ചിന്താ ജെറോമിന്റെ ഒരു വൈബ്, യുവാക്കൾക്കിടയിലെ ഒരു വൈബ് തരംഗം ജയമോഹൻ ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് ശഠിക്കുകയാണ് കൊല്ലത്തെ യുവ നേതാക്കൾ, അല്ലെങ്കിൽ യുവ ജനം ഒന്നടങ്കം. ചിന്താ ജെറോമിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. ചിന്താ ജെറോമിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയാൽ മുകേഷ് മാറുന്ന ഒഴിവിൽ അവിടെ കൊല്ലം മണ്ഡലം നിലനിർത്താൻ കഴിയും. ജയമോഹനൊക്കെ വന്നു കഴിഞ്ഞാൽ BJPക്ക് ഒരല്പം വളക്കൂറുള്ള മണ്ഡലം കൂടിയാണ് കൊല്ലം മണ്ഡലം, കൊല്ലം ജില്ലയിലെ കൊല്ലം മണ്ഡലം. ആ മണ്ഡലത്തിൽ ചിന്താ ജെറോമിനെ പോലെയുള്ള ഒരു പുതുമുഖം മത്സരിക്കുന്നതാണ്. പുതുമുഖമല്ല, സമൂഹത്തിന് കേരളം ഒന്നാകെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ചിന്താ ജെറോമിന് പകരം കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജയമോഹനെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാകും സ്ഥിതി എന്ന വലിയ ചിന്തയാണ് കൊല്ലം മണ്ഡലത്തിലെ ആളുകൾ ചോദിക്കുന്നത്. മറ്റ് ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളില്ല. മേഴ്സിക്കുട്ടിയമ്മയെ മാറ്റിയതിലൊന്നും ആളുകൾക്ക് വിഷമമില്ല. പക്ഷെ ചിന്താ ജെറോമിന് സീറ്റ് കൊടുക്കാത്തതിൽ അവർ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു ഒരു നിയമസഭാ സീറ്റിന് വേണ്ടി. ഇപ്പൊ A. റഹീം രാജ്യസഭാ MP ആയപ്പോൾ അദ്ദേഹത്തിന്റെ പദവി, അദ്ദേഹത്തിന്റെ രീതി തന്നെ മാറി. അദ്ദേഹം എന്തുമാത്രം പ്രശോഭനകരങ്ങളായ പ്രസംഗങ്ങളാണ് നടത്തുന്നത്, അദ്ദേഹം ഇടപെടലുകളാണ് നടത്തുന്നത്. കർണാടകയിലൊക്കെ വളരെ ധീരമായ ഇടപെടലാണ് റഹീം കാഴ്ചവെച്ചത്. അതുപോലെ ചിന്താ ജെറോമിനും ഒരു അവസരം കൊടുക്കണ്ടേ, പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഒരു അവസരം. ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി, കഴിഞ്ഞ ദിവസം പോലും മുദ്രാവാക്യം മുഴക്കി തെരുവീതികളിലൂടെ പാർട്ടിക്ക് വേണ്ടി നടന്ന ചിന്താ ജെറോമിന് സീറ്റില്ല എന്ന വാർത്ത പുറത്തു വരുമ്പോൾ കൊല്ലം ജില്ലയിലെ കൊല്ലം മണ്ഡലം ആകെ ഒരു വിഷമത്തിലാണ്. ചിന്താ ജെറോമിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കരുതി വെച്ച ഊർജമൊക്കെ ജയമോഹന് വേണ്ടി അല്ലെങ്കിൽ വിനിയോഗിക്കേണ്ടി വരുമോ എന്ന വലിയ വൈഷമ്യം പ്രവർത്തകരിലുണ്ട് എന്നത് വാസ്തവമാണ്. മുകേഷിന് സീറ്റ് ഇല്ലതാണ്. തിരുവനന്തപുരത്തും കുറെ ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വിഷ്ണുൻകുട്ടിയൊക്കെ വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും സുപ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകൾ ആളുകൾ പ്രതീക്ഷിച്ചത്, ഒന്ന് M. സ്വരാജ്, രണ്ട് ചിന്താ ജെറോം. M. സ്വരാജിനെ പൊന്നാനിയിൽ നിർത്തി ഏത് വിധേനയും ജയിപ്പിക്കുമെന്ന് ശഠിക്കുന്ന CPM നേതൃത്വം എന്തുകൊണ്ട് ചിന്താ ജെറോമിനെ മറന്നുപോയി എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതിന് ഉത്തരം കണ്ടെത്താൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ഏറെ സങ്കടപ്പെടുന്നുണ്ട്, വൈഷമ്യം അനുഭവിക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് CPM-ന്റെ ഉൾപാർട്ടി പിരിവുകളിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.